78ാമത് സ്വാതന്ത്ര്യദിനം നാം ആഘോഷിച്ചതേയുള്ളൂ. ആ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വനിതകളെ ചേർത്ത് നിർത്തുന്നത് അവർക്കെതിരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളെയും കർശനമായി നേരിടുന്നത് ഇതേപ്പറ്റിയൊക്കെ വാചാലനായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതായിരിക്കാം. പക്ഷേ എവിടെയൊക്കെയോ പാളിച്ചകളുണ്ട്. ആ പാളിച്ചകൾ എവിടെയൊക്കെയാണ് എന്ന് കണ്ട് ആ പഴുതുകൾ അടയ്ക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് യാതൊരു ശുശ്രൂഷ രംഗത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. ഫ്ലോറൻസ് നൈറ്റിംഗേൽ കേട്ടിട്ടുണ്ടാകുമല്ലോ എല്ലാവരും. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ആ മാലാഖയെ പറ്റി എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ക്രീമിയൻ യുദ്ധകാലത്ത്, അതായത് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1820 മുതൽ 1910 വരെയുള്ള കാലഘട്ടമാണ്. 1910 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ക്രിമിയൻ യുദ്ധം ഉണ്ടായത്. അങ്ങനെ യുദ്ധകാലത്ത് മുറിവേറ്റ് മരണത്തിന് അടിപ്പെട്ടുകൊണ്ടിരുന്ന ആ സൈനികരെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ആധുനിക നഴ്സിംഗ് രംഗത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ഊന്നൽ കൊടുത്തത്. അതോടുകൂടി തന്നെ അതായത് ഏത് സാഹചര്യത്തിലും സൈനികരാണെങ്കിലും യുദ്ധ മേഖലയിൽ പോലും ആതുര സേവനം ചെയ്യാൻ തയ്യാറാകുന്നു നേഴ്സസ്, അതുപോലെ തന്നെ ഡോക്ടർമാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം AFMC, അതായത് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് തന്നെയുണ്ട്. ആ മെഡിക്കൽ കോളേജ് തന്നെ നഴ്സിങ്ങും എല്ലാം ഉള്ളതാണ്. ഏറ്റവും അപകടകരമായ യുദ്ധമുഖത്ത് നിന്ന് മുതൽ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പറ്റി പറയുമ്പോൾ ഏതാനും കാര്യങ്ങൾ കൂടി, അവരൊരു എഴുത്തുകാരിയായിരുന്നു, അവരൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിരുന്നു. ഇതിനേക്കാൾ ഒക്കെ ഉപരി അവർ ഈ സൈനികരെ സേവിക്കാൻ വേണ്ടി, അതായത് വിളക്കേന്തിയ വനിത എന്നായിരുന്നു അവരെ പറ്റി പറഞ്ഞിരുന്നത്. ഏത് ഇരുട്ടറയിലും സൈനികരെ സഹായിക്കാൻ വേണ്ടി എത്തിപ്പെട്ട, അവരെ ശുശ്രൂഷിച്ച, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അങ്ങനെ ഒരു കർമ്മചാതുരിയുടെ കെടാവിളക്കായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർ വിളക്കേന്തിയ വനിത എന്ന പേര് തന്നെ വിളിച്ചത് പിൽക്കാലത്ത്. അതേപോലെ തന്നെയാണ് നമ്മൾ നേഴ്സസിനെ മാലാഖമാർ എന്ന് വിളിക്കുന്നു. ആ മാലാഖമാരോടൊപ്പം അവരെക്കാൾ ഉപരി പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടർമാർ. ഈ ഡോക്ടർമാരും മാലാഖമാരായ നേഴ്സുമാരും ഒക്കെ എന്തുമാത്രം അവഹേളിക്കപ്പെടുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ തന്നെ പഠനം കണ്ടെത്തിയിരിക്കുന്നത് 75% ഡോക്ടർമാരും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അവരുടെ കർമ്മ പരിപാടിക്കിടെ ഏതെങ്കിലും തരത്തിലൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ്. എല്ലാവരും ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നല്ല, പക്ഷേ ഏതെങ്കിലും തരത്തിലൊക്കെ അവർക്ക് വലിയ മനോവ്യഥ ഉണ്ടാക്കത്തക്ക രീതിയിൽ ശാരീരിക പീഡനങ്ങൾ തന്നെ അനുഭവിക്കേണ്ട ഗതികേടിലാണ് ഇന്ത്യൻ മെഡിക്കൽ രംഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് RGR മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്? 1866 തുടങ്ങിയ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുത്തു. അങ്ങനെ ഇപ്പോൾ അത് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. അത്തരം ഒരു മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു PG കഴിഞ്ഞ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ എത്രയോ മണിക്കൂർ ജോലി ചെയ്തിട്ട്, നമുക്കറിയാം ഇവിടെ ഡോക്ടർ വന്ദനാദാസൊക്കെ കാര്യത്തിലൊക്കെ നമുക്കറിയാം, ഇവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മണിക്കൂറുകളാണ് അവർ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വർക്ക് ചെയ്ത് ക്ഷീണിച്ച് ആണ് അവർ പോയിട്ട് വിശ്രമിക്കുന്നത്. വിശ്രമമുറിയില്ല. പകരം എവിടേക്കാണ് അവർ പോകുന്നത്? അങ്ങനെയാണ് ആ ചികിത്സയുടെ ചേർന്ന് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയം, അവിടെയാണ് അവർ വിശ്രമത്തിന് എത്തുന്നത്. അങ്ങനെ അവർ മാത്രമല്ല, അവർ റെഗുലറായിട്ട് അവിടെ വരാറുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നടത്തുന്ന എല്ലാവരും തന്നെ അവിടെ വന്നാണ് അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും അനാഥ പ്രേതം പോലെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ പോലെ ഇടുന്നത്. അതായത് ഒരു ഡോക്ടർക്ക് അതുപോലെ നേഴ്സസിന് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രം പോലും ഇല്ലാത്തിടം, അങ്ങനെയുള്ളൊരു രംഗമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളും മറ്റ് ആതുര സേവന രംഗങ്ങളും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം. അപ്പോൾ ഇങ്ങനെ വിശ്രമത്തിനെത്തിയ ആ രാത്രി 2 മണിക്ക് ശേഷം, അപ്പോൾ അവർ 2 മണി വരെ ജോലി ചെയ്ത് 2 മണിക്ക് ശേഷം വിശ്രമത്തിനെത്തിയ വേളയിലാണ് ഈ പറയപ്പെട്ട റോയ്, എന്ത് റോയ് എങ്കിലും ആകട്ടെ, പോലീസിനെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്ന ഹോം ഗാർഡോ എന്ത് പേരിട്ട് വിളിച്ചാലും അവൻ മാത്രമല്ല, അവനെപ്പോലെ പലരും ചേർന്നാണ് ഈ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത്
അതായത് വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്നാണ്. എന്തൊക്കെ ഒരു ശരീരത്തോട് ചെയ്യാമോ അതെല്ലാം ചെയ്ത് കൊലപ്പെടുത്തി എന്നാണ്. അവനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും കൊടുക്കേണ്ട ശിക്ഷ ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ഇതിനു മുൻപൊരു ഒരു ഒരു വീഡിയോയിൽ നമ്മുടെ ആലുവയിലെ കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് കൊന്നവന് കൊടുക്കേണ്ട ശിക്ഷയെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അവനെ മരണത്തിന് കൊടുത്താൽ മാത്രം പോരാ, അതിനു മുൻപ് മുൻകൂട്ടി കൊടുക്കേണ്ട ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ എന്താണെന്ന് ഞാനൊരു അമ്മയാണ്, വല്യമ്മയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ശിക്ഷ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല, വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, അങ്ങനെ പലര് ചേർന്നാണ് ഈ പാവം ഡോക്ടർ കുട്ടിയെ. അപ്പം നമ്മൾ ഈ ഡോക്ടർ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഏറ്റവും മിടുക്കരായിട്ടുള്ള, അതായത് സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ക്രീമായിട്ടുള്ളവരാണ് നീറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് മെഡിസിൻ പഠിക്കാൻ പോകുന്നത്. അതുപോലെ നല്ല കോഴ്സസിനൊക്കെ പോകുന്നത് നമ്മുടെ സമൂഹത്തിലെ ക്രീമായിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് പഠിച്ച് PG കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ട്രെയിനിങ് പീരീഡിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള ഒരു ദുരന്തത്തിന് ഇടയായത്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്താണ് പറയുക? യുദ്ധം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരന്തരീക്ഷമാണ് അവിടെ നിൽക്കുന്നത്. അതായത് ഇന്നലെയൊക്കെ ചാനലുകളിലൊക്കെ അവിടെ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞത് അത്രയ്ക്കും അപകടകരമായ ഒരു സിറ്റുവേഷൻ. എല്ലാവരും ഭയത്തിൽ കഴിയുകയാണ്. ആ സമരത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ കുട്ടിയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ഇതുപോലെ മേലിൽ ഇനി ആർക്കും സംഭവിക്കരുത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഇറങ്ങിയ അവരോട് കാണിച്ച കടുംകൈ നമ്മൾ കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. എത്ര ക്രൂരമായാണ് ആ ഹോസ്പിറ്റൽ തന്നെ അടിച്ച് നശിപ്പിച്ച്, അത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് നടക്കുന്നത്, പബ്ലിക് പ്രോപ്പർട്ടിയാണ് അങ്ങനെ നശിപ്പിക്കുന്നത്. അങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നു. അപ്പോൾ അതൊന്നും ആ ഡോക്ടർ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല കാണിച്ചത്. ആ കുട്ടിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരം ചെയ്യുന്നവരോടുള്ള പ്രതിഷേധമാണ് ആ കാണിച്ചത്. എന്ന് വെച്ചാൽ ഭരണകൂടം ചേർന്നിട്ടോ അല്ലയോ അത് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ നിന്ന് കേൾക്കുന്നത്, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത ഒരു നേഴ്സിനെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് മാത്രമല്ല, അവരുടെ പണവും അപഹരിച്ചു. അവരുടെ പണവും അവർക്കുണ്ടായിരുന്നോ സ്വർണമോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അപഹരിച്ച് വഴിയിൽ തള്ളിയ ഡെഡ് ബോഡി ആയിട്ടാണ് പല ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്നത്. ഇതുപോലെയുള്ള ഒരു നാട് കേരളത്തിൽ കഴിഞ്ഞ് നമുക്കറിയാം. വന്ദനാദാസിൻ്റെ കൊലപാതകം, അതായത് ഒരു സ്ഥിരം മദ്യപാനിയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനുമായ ഒരുത്തനാണ്, ഒരു സ്കൂൾ അധ്യാപകനാണത്രേ. ഇത്തരക്കാർ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ എങ്ങനെ നന്നാകുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു സ്കൂൾ അധ്യാപകനാണ് അപകടകരമായ രീതിയിൽ കുറ്റവാളിയായിട്ട് അവനെ പിടിച്ച് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. മയക്കുമരുന്നിന് അടിമയായിരുന്നു, അപ്പോഴും ഫുൾ മയക്കുമരുന്ന് ലോഡിലായിരുന്നു. പോലീസ് ആവശ്യപ്പെട്ട സഹായങ്ങളാണ് അവന് വേണ്ടിയിട്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഡോക്ടർ ചെയ്യുന്നത്. ആ ഡോക്ടറും ഇതുപോലെ ഇൻറ്റേൺ ചെയ്യുന്ന ഒരു ഡോക്ടറാണെന്ന് ഓർക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഡോക്ടറെ അവൻ ആക്രമിച്ചതും ആക്രമണത്തിൻ്റെ ഫലമായി അധികം താമസിയാതെ, ഹോസ്പിറ്റലൈസ് ചെയ്തെങ്കിലും താമസിയാതെ തന്നെ ആ ഡോക്ടർ കുട്ടി മരിക്കുന്നതും വന്ദനാദാസ് മരിക്കുന്നതും. അപ്പോഴും നമ്മളെല്ലാവരും രോഷം കൊണ്ടു. പക്ഷേ രോഷം കൊണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ അത് പഴയതുപോലെ തന്നെ നടക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ അവർക്ക് ധൈര്യത്തോടെ വർക്ക് ചെയ്യത്തക്ക ഇതിൽ, അതായത് ഏറ്റവും നല്ല സാഹചര്യം, തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ട് അതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിയമം കൊണ്ടുവരണം, ആ നിയമം പ്രാബല്യത്തിൽ വരണം എന്ന രീതിയിലാണ് മെഡിക്കൽ അസോസിയേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടവരുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം വെറുതെ നിയമം കൊണ്ടുവന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നിയമം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ആ നിയമം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ഗവൺമെൻറ്റുകൾ കാണിക്കണം. അതാണ് ഒരു ഗവൺമെൻറ് കാണിക്കാത്തത്. അപ്പോൾ ഗവൺമെൻറ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ഈ മെഡിക്കൽ രംഗത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചെലവഴിക്കുന്നത് എത്ര എന്നൊന്ന് കണക്ക് നോക്കുന്നത് അത്യാവശ്യമാണ്. കാരണം എല്ലാ പ്രാവശ്യവും വലിയ ഉദ്ഘോഷത്തോടു കൂടി നിയമങ്ങൾ കൊണ്ടുവരും, പക്ഷേ ആ നിയമങ്ങൾ ഒന്നും നടപ്പാക്കുകയില്ല. അതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2003 വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ഒരു പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു ആതുര ശുശ്രൂഷ
അതായത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആതുര ശുശ്രൂഷ രംഗത്ത് യാതൊരു തരത്തിലുള്ള അസമത്വവും, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, കേന്ദ്ര ഗവൺമെൻറ് ആതുര സേവന രംഗത്ത് ചെലവഴിക്കുന്നതിൽ ഒരു മാറ്റവുമില്ലാതെ സന്തുലിതമായ ചെലവഴിക്കൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഒരു നിയമം 2003 വാജ്പേയി ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആ നിയമം എവിടെ പോയി? കാരണം നമുക്കറിയാം, നമ്മൾ ഈ പ്രാവശ്യം മുറവിളി കൂട്ടിയിട്ട് നമുക്കൊരു എയിംസ് കിട്ടിയില്ല. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹെൽത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വട്ടപൂജ്യമാണ് കേരളത്തിൽ. അപ്പോൾ അത് ഓർത്തുകൊണ്ട് തന്നെ വേണം നമുക്ക് ഇതിനെപ്പറ്റി പറയാം. അതായത് കേന്ദ്ര ഗവൺമെൻറ് 2003 നിയമം അത് നടപ്പിലാക്കിയിട്ടില്ല. 2017 നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. അത് ദേശീയ ആരോഗ്യ നയം, നാഷണൽ ഹെൽത്ത് പോളിസി 2017. ആ നയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2% GDPയുടെ 2% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം. GDPയുടെ 2% കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ പൊതുവെ രാജ്യത്ത് മൊത്തമായിട്ട് ചെലവഴിക്കണം. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവരുടെ GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 8% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം എന്നാണ് ആ ദേശീയ ആരോഗ്യ നയം ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത്, മാൻഡേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യത്തെ 24-25 ബജറ്റ് കടന്നുപോയിട്ട് ഏതാനും ദിവസമല്ലേ ആയിട്ടുള്ളൂ. നമുക്കൊന്ന് നോക്കാം, എത്ര രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്, എത്ര ശതമാനമാണ് GDPയുടെ 2% കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെക്കണമെന്നാണ്. എത്ര ശതമാനമാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കണം. 89,287 കോടിയാണ് ആരോഗ്യ രംഗത്തിന് കേന്ദ്ര ഗവൺമെൻറ് മാറ്റി വെച്ചിരിക്കുന്നത്. 89,287 കോടി. അപ്പോൾ നമ്മുടെ GDP എത്രയാണെന്ന് നോക്കണ്ടേ? GDP 3,26,36,912 കോടിയാണ്. 3,26,36,912 കോടിയാണ്. എത്ര ശതമാനം വരും? 2% എന്നാണ് 2017 നിയമം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 0.27%, അതായത് 0.27%, 0.27%, 2% ചെലവഴിക്കണമെന്ന് പറഞ്ഞിടത്താണ് ഇത്ര വലിയ അവഗണന. അപ്പോൾ എങ്ങനെയിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജുകളിലുള്ള ഇടപെടൽ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെയാണോ നമ്മൾ കണ്ടത്? ഇഷ്ടം പോലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലും നോർത്ത് ഇന്ത്യയിൽ എവിടെയും ഇല്ല, വല്ലയിടത്ത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ കോവിഡ് വന്ന് മരിച്ചവർക്ക് ശ്വാസം എടുക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. മരിച്ചവരെയൊക്കെ പുഴയിൽ തള്ളുന്ന, ഗംഗാ നദിയിൽ തള്ളുന്ന അവസ്ഥ വന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ 0.27 ഇതൊക്കെ ആരാണ് അനുവർത്തിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഞാൻ 82 കോടി പേരെ ചേർത്ത് വെച്ചിരിക്കുന്നു, ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നത്. ഇതൊരിക്കലും നമുക്ക് മറക്കാവുന്ന കാര്യമല്ല. ഇനി അത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ, അതായത് ഈ GDPയുടെ ശതമാനമായിട്ട് വെക്കും 0.27 ആണ്. ഓക്കെ, അന്ന് ഇനി നമുക്കൊന്ന് നോക്കാം ടോട്ടൽ എക്സ്പെൻഡിച്ചർ. കേന്ദ്ര ഗവൺമെൻറ് ഈ ബജറ്റിലെ മൊത്തം ചെലവ് എത്ര കോടിയായിരുന്നു? 48,20,512 കോടി. 48,20,512 കോടിയാണ് ഈ പ്രാവശ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആകെ ചെലവ്. ആ ആകെ ചെലവിൻ്റെ എത്ര ശതമാനം വരും ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1.85%. അതുപോലും 2% വരുന്നില്ല. എന്നിട്ടല്ലേ GDPയുടെ 2%? ഇത്രയ്ക്കും അവഗണിക്കുന്ന ആരോഗ്യ മേഖല. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ സേവനം ആവശ്യമുള്ളത്. അവരെ ഇത്ര കണ്ട് അവഗണിക്കുന്ന ഒരു ഗവൺമെൻറ് ആരെ എവിടെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് നാം ചോദിക്കേണ്ടത്. അപ്പോൾ ഇനി അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വരാം. കേരളം അതിന് അതുപോലെ തന്നെ വേറൊരു രസകരമായ കഥയാണ് കേരളത്തിന് പറയാനുള്ളത്. കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 24-25 ബജറ്റ് മാറ്റിവെച്ചിരിക്കുന്നത് 9,838.77 കോടി രൂപയാണ്. നമ്മുടെ GSDPയുടെ പെർസെൻറ്റേജ് ആയിട്ട് നോക്കാം. നമ്മുടെ GSDP എത്രയാണ്? 13,11,436.69 കോടിയാണ് നമ്മുടെ ഈ വർഷം പ്രതീക്ഷിക്കുന്ന GSDP, ആഭ്യന്തര മൊത്ത വരുമാനം. അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് നോക്കുമ്പോഴോ 8% എന്നാണ് 2017 ആരോഗ്യ നയം പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ശതമാനം ഇവിടെ 0.75% ആണ്. 0.75, 8% വേണമെന്ന് കേന്ദ്ര ആരോഗ്യ നയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ. അപ്പോഴാണ്
0.75% ആണ് ആരോഗ്യ മേഖലയിൽ. നമ്മൾ എപ്പോഴും ഇവിടെ ഉച്ചായിസ്തരം നമ്മുടെ ഗവൺമെൻറ് പറയും അത് നമ്മൾ ആരോഗ്യത്തിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ, നീതി ആയോഗം പറയുന്നു. പക്ഷേ ഇവിടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നത് കൊണ്ടല്ല സുഹൃത്തുക്കളെ. ഇവിടുത്തെ സ്വകാര്യ മേഖലയിൽ ധാരാളം ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, അതായത് നമുക്കറിയാം ഏറ്റവും പ്രീമിയമായിട്ടുള്ള ആശുപത്രികളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഈ പ്രീമിയം ആശുപത്രികളിൽ പോകാൻ എത്ര പേർക്ക് കേരളത്തിലാണെങ്കിലും കഴിയും? അതിദരിദ്രർക്കും അതിൻ്റെ തൊട്ട് മുകളിലുള്ളവർക്കും അതിൻ്റെ മുകളിൽ ഞാൻ അടക്കമുള്ളവർക്ക് ഈ പ്രീമിയർ ആശുപത്രികളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ വലിയ പണക്കാർക്കുള്ളതാണ് പ്രീമിയർ ആശുപത്രികൾ. അപ്പോൾ സാധാരണക്കാർക്കായിട്ട് ഈ ആരാണ് ചെലവഴിക്കേണ്ടത്? ആരോഗ്യ മേഖലയിൽ ഗവൺമെൻറ്റാണ് ചെലവഴിക്കേണ്ടത്. അങ്ങനെ ഗവൺമെൻറ് ചെലവഴിക്കാത്തത് കൊണ്ടാണ് വന്ദനാദാസിൻ്റെ മരണശേഷം പോലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതാ ഇന്നലെ ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും ചാനലുകളിൽ പല ഡോക്ടേഴ്സും പറഞ്ഞു, അന്ന് പറഞ്ഞ ഉറപ്പുകൾ ഒന്നും പാലിച്ചിട്ടില്ലെന്ന്. ഇവർക്കൊക്കെ റിട്ടയർമെൻറ്റ് റൂം, അതായത് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഒന്ന് തലചായ്ക്കാനായിട്ടുള്ള റിട്ടയർമെൻറ്റ് റൂംസ് അത്യാവശ്യമായിട്ട് മെഡിക്കൽ കോളേജുകളിലും മറ്റെല്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ഒക്കെ വേണ്ടതാണ്. അങ്ങനെ അനിവാര്യമായിട്ട് കൊടുക്കാനുള്ള പണം ചെലവഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ 0.75% ഓഫ് GSDP ആരോഗ്യ മേഖലയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. എന്നിട്ട് പുരപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിക്കുകയാണ് കേരളം ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്താണെന്ന്. ശരിയാണ്, 1-ാം സ്ഥാനത്താണ്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് പണക്കാർ കേരളത്തിലെ. പക്ഷേ സാധാരണക്കാർക്ക് ആ ഗുണങ്ങളൊന്നും കിട്ടുകയില്ല. അവർക്കൊന്നും ഇതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ പോയി ചികിത്സ നേടാനുള്ള ശക്തിയില്ല, സാമ്പത്തിക ശക്തിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കണം. ഇനി മൊത്തം ചെലവിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് നോക്കിയാലോ, കേരളത്തിലെ ചെലവ്, മൊത്തം ചെലവ് കേരളത്തിലെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന മൊത്തം ചെലവ് എന്ന് പറയുന്നത് 1,84,327 കോടി രൂപയാണ്. 1,84,327 കോടി രൂപയാണ്. അതിൻ്റെ 5.33% വരുന്നുള്ളൂ. അങ്ങനെ പോലെ 8% എത്തുന്നില്ല. അപ്പോൾ ഇത്ര കണ്ട് ഈ മേഖലയെ അവഗണിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന്, സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്, ഇതിനേക്കാൾ കഷ്ടമാണ് വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം. കാരണം വെസ്റ്റ് ബംഗാൾ കേരളം കടക്കണിയിലാണ് നിൽക്കുന്നത് എങ്കിലും ഇവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ആതുര സേവന രംഗത്ത് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാം. പക്ഷെ വെസ്റ്റ് ബംഗാളിലുള്ളവർ കഞ്ഞി കുടിക്കുന്ന കേരളത്തിൽ വന്നാണ്. നമുക്കറിയാമല്ലോ, 25 ലക്ഷത്തോളം ബംഗാളി തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ബംഗാളിയെക്കാളും നന്നായിട്ട് ഇപ്പോൾ മലയാളം അറിയാം. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് മലയാളക്കരയിലാണ് കണ്ടുമുട്ടേണ്ടത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള വെസ്റ്റ് ബംഗാൾ കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തെക്കാളും വേഴ്സാണ് വെസ്റ്റ് ബംഗാൾ. അങ്ങനെയുള്ള വെസ്റ്റ് ബംഗാളിലും ഗവൺമെൻറ് എത്ര ചെലവഴിക്കുന്നു എന്ന് ഞാൻ നോക്കിയില്ല. പക്ഷേ ഇതൊക്കെ തന്നെയായിരിക്കും അവിടുത്തെ സ്ഥിതി, സ്വകാര്യ മേഖലയും പൊതുമേഖലയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ആതുര ശുശ്രൂഷ രംഗത്ത് ഇവിടെ ഓരോരുത്തരും, അതായത് RG കർ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും മീഡിയ വളരെ ശക്തമായത് കാരണം കൊണ്ട് മീഡിയ വഴി ഇതൊക്കെ പെട്ടെന്ന് പുറത്തു വരുന്നു. അതുകൊണ്ട് നാം അറിയുന്നു അല്ലെങ്കിൽ നാം അറിയാൻ പോലും പോകുന്നില്ല. അപ്പോൾ ഈ അവസ്ഥ മാറണം. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും, അതായത് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഓരോ നേഴ്സും. അപ്പോൾ നേഴ്സിംഗ് പ്രൊഫഷന് നാം കൊടുക്കേണ്ട മാന്യതയും സ്നേഹവും ബഹുമാനവും ആദരവും കൊടുക്കണം. അതിനേക്കാളും ഉപരിയാണ് ഡോക്ടേഴ്സിൻ്റെ ശുശ്രൂഷ. അപ്പോൾ നമുക്കറിയാം, എവിടെയെങ്കിലും ഏതെങ്കിലും ഡോക്ടർ ആർത്തി പണ്ടാരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് ഡോക്ടേഴ്സിനെ മുഴുവനും അങ്ങനെ നമുക്ക് പറയാനൊക്കില്ല. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. എൻ്റെ അനുഭവം കൊണ്ട് മെഡിക്കൽ കോളേജിലെ ഉണ്ടായിരുന്ന ഡോക്ടർ ചെറിയാൻ തോമസ്, അദ്ദേഹം ഓർത്തോപീഡിക്സ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹൃദയ സംബന്ധമായ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമേരിക്കയിൽ മകൻ്റെ എടുത്തോ മറ്റാന്ന് തോന്നുന്നു, നല്ല പ്രായവുമായി. അദ്ദേഹം കൈ തൊട്ടാൽ ഏത് ഓർത്തോ പ്രശ്നവും പരിഹരിക്കപ്പെടുമായിരുന്നു. അങ്ങനെ ദൈവികമായ സിദ്ധി, അതുപോലെയുള്ള എത്ര ഇപ്പോൾ ഡോക്ടർ വലിയത്താനെ പറ്റി നമുക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു ഡോക്ടർ വർഗീസ്, അദ്ദേഹം നാലാഞ്ചിറയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രീഡൻസ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം. എത്ര സിമ്പിൾ, എത്ര നല്ലവൻ, എത്ര മിടുക്കനായ ഒരു ഡോക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഡോക്ടേഴ്സ് പണം നോക്കിയല്ല, അതായത് ദൈവത്തിൻ്റെ കരങ്ങൾ, അങ്ങനത്തെ കരങ്ങളുള്ള ഒന്നാന്തരം ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ അങ്ങനെയുള്ള കോടിക്കണക്കിന് ഡോക്ടേഴ്സിൻ്റെ സേവന
കൊണ്ട് മാത്രമാണ് ആരോഗ്യപരമായിട്ട് നാം ഇപ്പോഴും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഡോക്ടേഴ്സിനെയും അതായത് നേഴ്സസിനെയും ആതുര ശുശ്രൂഷ രംഗത്തുള്ള എല്ലാവരെയും, അവിടെയൊക്കെ പുഴുക്കുത്തുകൾ കണ്ടേക്കാം, പക്ഷേ ആ പുഴുക്കുത്തുകളെ അല്ല നാം സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും. അവർക്ക് പകരം, അതായത് ഈ ഒരു മനുഷ്യരാശിയെ ഇത്ര നന്നായിട്ട്, അതായത് ലോകമഹായുദ്ധകാലമാകട്ടെ, അതായത് കോവിഡ് പോലെയുള്ള മാരികളാകട്ടെ, ഏത് കാലത്തും സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് എന്ത് രോഗവും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഈ ഒരു കൂട്ടർ, അതായത് ഡോക്ടർമാരും നേഴ്സസും. അവരെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനല്ലാതെ അവർക്കെതിരെ നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്കും വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആരുടെങ്കിലും അടുത്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കാണുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കും, അത് വേറെ കാര്യം. പക്ഷെ ആതുര ശുശ്രൂഷ രംഗത്തെ, ഈവൻ ആയുർവേദത്തെ പോലും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആതുര ശുശ്രൂഷ രംഗത്ത് സേവനം ചെയ്യുന്ന ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നാം ചേർത്ത് വെക്കേണ്ടത് ശരിക്ക് അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്ന, കാരണം അവരാണ് യുദ്ധമുഖത്തും അങ്ങനെയുള്ള എല്ലാ അപകട മേഖലകളിലും പ്രവർത്തിക്കേണ്ടവർ. അവരും ഡോക്ടർമാരും നേഴ്സസും. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട മുൻകരുതൽ മറ്റാർക്കും കൊടുക്കരുത്. നമുക്ക് നോക്കിയിരുന്ന കാണാം, നമുക്കിത് ചൂണ്ടിക്കാണിക്കാം. പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ മിടുക്കരായ നമ്മുടെ സാമാജികരും അതുപോലെ തന്നെ നമ്മുടെ MP-മാരും MLA-മാരും ഉയർത്തിപ്പിടിക്കണം 2017 ഈ പറയപ്പെട്ട നാഷണൽ ഹെൽത്ത് പോളിസി 2017. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? GDP-യുടെ 2% കേന്ദ്രവും GSDP-യുടെ 8% സംസ്ഥാനങ്ങളും ആതുര രംഗത്ത് ചെലവഴിക്കണമെന്ന്. അങ്ങനെ ചെലവഴിക്കുന്ന ഒരു കാലമുണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടൂ. അതുപോലെ തന്നെ ഇതുപോലെ അപകടകരമായ സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ പ്രവർത്തിക്കേണ്ട അവസ്ഥയില്ല, അവർക്ക് സുരക്ഷയുണ്ടാകും. അങ്ങനെ അതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്തെ ശാക്തീകരിക്കാനായിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം.